എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഇപ്പോഴേ അതിൽ അഭിനയിക്കുന്ന താരങ്ങളും ലൂസിഫർ എന്ന സിനിമയിൽ അഭിനയിച്ച പ്രവർത്തകരും താരങ്ങളും ഒക്കെ പറയുന്ന വാക്കുകളാണ് വലിയ രീതിയിൽ മീഡിയകൾ കൊട്ടിഘോഷിക്കുന്നത്. പലരുടെയും ചിത്രങ്ങൾ പുതിയതായി റിലീസാകുമ്പോൾ പ്രൊമോഷന് വേണ്ടി അഭിമുഖങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എമ്പുരാൻ എന്ന ചോദ്യവും എത്താറുണ്ട്. നേരത്തെ മലക്കോട്ടെ വാലുവിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു എത്തിയതെങ്കിൽ അവർ അതിനൊക്കെ വലിയ രീതിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇപ്പോൾ എമ്പുരാനാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തിനാണ് ഈ ചോദ്യം എന്നതാണ് മറ്റൊരു കൗതുകം. അങ്ങനെ ഇരിക്കുമ്പോൾ എമ്പുരാന്റെ ചോദ്യവും ഇത്തവണ ടൊവിനോയ്ക്കാണ് എത്തിയത്. ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉള്ള അഭിമുഖങ്ങളിൽ ടൊവിനോയ്ക്ക് നേരിടേണ്ടി വന്നു എമ്പുരാന്റെ ചോദ്യങ്ങൾ. വലിയ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമാ മേഖല വളരുന്നതെന്നും വലിയ ബജറ്റ് വലിയ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഇൻഡസ്ട്രിയിലെ സാധാരണ സിനിമകളുടെ ബജറ്റും കൂടുമെന്നുമുള്ള കാര്യങ്ങളാണ് ടൊവിനോ തോമസ് എമ്പുരാനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ. എമ്പുരാൻ സിനിമ വരുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ സിനിമ എന്ന ടാഗാണെന്ന് താരം ആ സമയത്ത് പറയുകയും ചെയ്തു. വലിയ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി വലുതാകുന്നത് വലിയ ബജറ്റിൽ വലിയ സിനിമ എടുത്ത് ഒരു ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ഇൻഡസ്ട്രിയിലെ സാധാരണ സിനിമകളുടെ ബജറ്റും കൂടും. റവന്യൂ അനുസരിച്ചല്ലേ ആളുകൾ കൂടുതൽ പണം ചെലവഴിക്കുക. കണ്ടന്റ് ഓറിയന്റഡ് സിനിമയ്ക്ക് പൈസ മുടക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ ഒരു കൊമേഴ്സ്യൽ സിനിമ കയറി ഹിറ്റാകുമ്പോൾ മുമ്പ് ഉള്ളതിനേക്കാൾ സാധ്യതകൾ ഇവിടെ വർദ്ധിച്ചെന്ന് മനസ്സിലാക്കും. അവർ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ചെയ്യാൻ മുന്നോട്ട് വരും. ഓരോ ഇൻഡസ്ട്രിയും പതിയെ മാത്രമേ വളരുകയുള്ളൂ. ഓരോ സമയവും വലിയ ഹിറ്റ് സിനിമകൾ ഉണ്ടാകുമ്പോൾ പുതിയ വാതിലുകൾ തുറന്നു കിട്ടും. ഇപ്പോൾ 2018 പോലെയുള്ള ഒരു സിനിമ നോക്കുമ്പോൾ ആ സിനിമ ഹിറ്റായതുകൊണ്ട് നമുക്ക് പുതിയ ചാനൽ തുറന്നു കിട്ടും. കർണാടകയിലോ തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ കൊണ്ടുപോയി റിലീസ് ചെയ്യാനുള്ള ധൈര്യം കൂടി. കാരണം അവിടെ ആ സിനിമകൾ സ്വീകരിക്കാൻ ആളുകളുണ്ട്. അത് ഓരോ വലിയ സിനിമകൾ വരുമ്പോൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ എമ്പുരാൻ വരുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് കേരളയാണ്. ഒരു ഇന്ത്യൻ സിനിമ എന്ന ടാഗാണ് ഉണ്ടാകാൻ പോകുന്നത്. ടൊവിനോ തോമസ് പറയുന്നത് ഇങ്ങനെ. എന്തായാലും ഇതൊക്കെ കേട്ട പ്രേക്ഷകർ പറയുന്നത് ഈ പ്രീ റിലീസ് തള്ളുകളാണ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ പാരയാകുന്നത് എന്നതാണ്. തള്ളുകൾ എന്ന് പറയുന്നതിനപ്പുറം അവർ ആ ഫാക്ടറുകൾ പറയുന്നതാണ്. ഇത് വിജയിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നു. എല്ലാവരും വിജയം തന്നെയല്ലേ ഒരു സിനിമയ്ക്ക് പിന്നിൽ കാണുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ ആ പ്രതീക്ഷ പങ്കുവെക്കുന്നതാണ്. എന്നാലും ചിലർക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല. കാരണം അവരുടെ പ്രിയപ്പെട്ട സിനിമകൾ ഇങ്ങനെ ചില പ്രീ റിലീസ് ഹൈപ്പുകൾ കൂടിയതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്.